ഇന്റീരിയറിൽ വാർഡ്രോബ്സിൻ്റെയും കിച്ചൻ്റെ അപ്പർ ക്യാബിനറ്റ്സിൻ്റെയൊക്കെ ടോപ്പ് ലെവൽ തൊട്ട് സീലിംഗ് വരെ നൽകുന്ന ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് ആണ് ലോഫ്റ്റ്. വാർഡ്രോബ്സിൻ്റെയൊക്കെ മുകളിൽ ലോഫ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് വഴി ഏകദേശം 60 സെൻറ്റിമീറ്റേഴ്സ് ടു 90 സെൻറ്റിമീറ്റേഴ്സ് ഹൈറ്റിലുള്ള ഒരു സ്റ്റോറേജ് ഏരിയ ആണ് നമുക്ക് ലഭിക്കുന്നത്. ഇന്റീരിയറിലെ സ്റ്റോറേജ് സ്പേസ് മാക്സിമൈസ് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് ചോയ്സ് ആണ് ലോഫ്റ്റ് പ്രൊവൈഡ് ചെയ്യാന്നുള്ളത്. റെഗുലറായിട്ട് ഉപയോഗിക്കാത്ത ഡ്രസ്സസ്, അതുപോലെ ഹോം ലിനൻ പ്രോഡക്ട്സ്, എക്സ്ട്രാ പില്ലോ, കുഷ്യൻസ്, സ്യൂട്ട് കേസസ്, ബാഗേജസ് തുടങ്ങിയവയൊക്കെ സ്റ്റോർ ചെയ്യാനായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് സ്പേസ് ആണ് ലോഫ്റ്റുകൾ. ലോഫ്റ്റ് നമ്മുടെ കൈയുടെ റീച്ചിനേക്കാൾ മുകളിലുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് ആണ്. അതുകൊണ്ട് ഈസി ആയിട്ട് ആക്സസ് ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ റെഗുലറായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളൊന്നും ലോഫ്റ്റിൽ സ്റ്റോർ ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. സ്യൂട്ട് കേസസ്, ബാഗ്സ്, അതുപോലെ കാർട്ടൺസ് ഒക്കെ നമ്മൾ വാർഡ്രോബിന് മുകളിലുള്ള സ്പേസിൽ എടുത്തു വയ്ക്കാറുണ്ട്. എന്നാൽ ഇത് ആ ഒരു മുറി കുറച്ച് അലങ്കോലപ്പെട്ട് കിടക്കുന്ന പോലത്തെ ഒരു ഫീല് ക്രിയേറ്റ് ചെയ്യും. എന്നാൽ നേരെ മറിച്ച് ഈ ഒരു സ്പേസിന് ഷട്ടേഴ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു ലോഫ്റ്റായിട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ബാഗ്സും സ്യൂട്ട് കേസസും ഒക്കെ നമുക്ക് സ്റ്റോർ ചെയ്യുകയും ചെയ്യാം. മുറി കുറച്ചുകൂടെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കുകയും ചെയ്യും. ഒട്ടുമിക്ക എല്ലാ വീടുകളിലും ഫേസ് ചെയ്യുന്ന ഒരു പ്രധാന പ്രശ്നമായിരിക്കും പൊടി. വാക്യൂം ക്ലീനറും വെറ്റ് ക്ലോത്തും ഒക്കെ ഉപയോഗിച്ച് മാക്സിമം റീച്ച് ചെയ്യാവുന്ന ഇടങ്ങളിലൊക്കെയുള്ള പൊടി ക്ലീൻ ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ടെങ്കിലും വാർഡ്രോബിന് മുകളിലുള്ള ആ ഒരു സർഫസിനെ കുറിച്ച് നമ്മൾ പലപ്പോഴും ഓർക്കാറില്ല. എന്നാൽ ഈ ഒരു സ്പേസിൽ ഒരു ലോഫ്റ്റ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ പൊടി പിടിച്ച് കിടക്കുന്ന ആ ഒരു സ്ഥലത്തിന് നമുക്കൊരു നല്ല സ്റ്റോറേജ് സ്പേസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ലോഫ്റ്റ് നല്ലൊരു സ്റ്റോറേജ് ഓപ്ഷൻ ആണെങ്കിലും ചെറിയ മുറികളിൽ ലോഫ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് നല്ലൊരു ഓപ്ഷനല്ല. ഒരു ചെറിയ മുറിയിൽ ലോഫ്റ്റ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ആ മുറി കുറച്ചുകൂടി ചെറുതായിട്ട് തോന്നിക്കുകയും നമുക്കൊരു ക്രാംഡ് ആയിട്ടുള്ള ഫീല് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും. വീടുകളിൽ ലോഫ്റ്റ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് മടിക്കുന്ന പലരും പറഞ്ഞു കേൾക്കാറുള്ള ഒരു റീസണാണ് ലോഫ്റ്റ് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കാനുള്ള ഒരു സ്പേസ് ആയിട്ട് മാറുന്നുള്ളത്. വീട്ടിലുള്ള ഏതൊരു സ്റ്റോറേജ് സ്പേസിനെയും ഡീക്ലട്ടർ ചെയ്യുന്നത് പോലെ തന്നെ ലോഫ്റ്റും കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ ഡീക്ലട്ടർ ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ ആ ഒരു സ്പേസിനെ നമുക്ക് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് ഏരിയ ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ.